പ്രകാശ് രാജിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അധ്യക്ഷനായ ഒരു ജൂറി ഈ ഒരു അവാർഡ് പ്രഖ്യാപനം നടത്തിയതിൽ വലിയ അതിശയവും നമുക്കില്ല. ആളുകൾ വിവരറിഞ്ഞ് വിളി തുടങ്ങി. അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും. വേടൻ എഴുതിയ വരികൾക്കാണ് സംസ്ഥാന സർക്കാർ വലിയൊരു പരിഗണന കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയിട്ടുണ്ട്. പ്രകാശ് രാജ് പറഞ്ഞത് is the sound of the younger generation today, and song had lives, aspirations and dreams of the youngster. ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. ഏതായാലും വളരെ നല്ല ഒരു തീരുമാനമായി. നമ്മുടെ പി ഭാസ്കരൻ മാഷും വയലാർ രാമവർമ്മയും ONV കുറുപ്പും തുടങ്ങി ഒരുപാട് മഹാരഥന്മാർ കൈപ്പറ്റിയ ആ ഒരു സംസ്ഥാന അവാർഡ് ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട ഇങ്ങനെ ഒരു പാട്ടിന് കൊടുത്തതിൽ അത് വലിയ ബഹുമാനം സർക്കാരിനോട് തോന്നുന്നുണ്ട്. തൃപ്തിയായല്ലോ. ഇപ്പോൾ ആളുകളൊക്കെ കൈരളി ഫിലിം അവാർഡ്സ് ആണ് ഇപ്പൊ നടന്നതെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നതിൽ വലിയ കഴമ്പൊന്നുമില്ല. ഗാനരചയിതാവ് ആരാണ്, ആ പാട്ട് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്കും കുറച്ചുകൂടി ആവേശമാവും. നല്ല മാതൃകയാണ്. വേടൻ ആരാണ്, ഇത്രയും നല്ല വരികൾ എഴുതിയ ഹിരൺദാസ് മുരളി ആരാണ്, അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള റോൾ എന്താണ്, അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നല്ല ചരിത്രങ്ങൾ കുട്ടികൾക്ക് കിട്ടും. അതും അവർക്ക് മാതൃകയാക്കാവുന്നതാണ്. ആ വരികളുടെ പവറന്ന് എത്ര വരികൾ മനസ്സിലായി ഈ പ്രകാശ് രാജിന്. ഇനി ഏക്കുട്ടി ഒരു സെക്കൻഡ് എടുക്കണ പ്രശ്നമില്ല. എല്ലാം നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ചാൽ മതി മോളെ. ഈ റാപ്പർ ആയാലും കോപ്പർ ആയാലും നമുക്കെല്ലാം ഒന്ന് മനസ്സിലാകണം. അല്ലാതെ സർക്കാരിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സകല പരിപാടികളും നിങ്ങൾ നടത്തുന്നത്. പിടിച്ചു പറിക്കാൻ പറ്റുമോ? തരണതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഏതായാലും വേടന് സമ്മാനിച്ചതിനല്ല, വേടന്റെ ഈ വരികൾക്ക് മികച്ച ഗാനരചയിതാവിനുള്ള നമ്മുടെ സംസ്ഥാന പുരസ്കാരം സമ്മാനിച്ചതിലുള്ള പ്രതിഷേധവും അനിഷ്ടവും ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറയല്ലോ ഓമനെ, എന്റെ ചങ്ക് തകർന്നു പോയി. വരും കാലചക്രം തിരിഞ്ഞു വരും.